നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് CBSE സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട്. പെർമനൻറ്റ് ജോബ് വേക്കൻസീസ് ആണ്. അപ്പോൾ CBSE എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സ്ഥാപനമാണ്. വേക്കൻസി വന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അക്കൗണ്ട് ഓഫീസർ, ജൂനിയർ എഞ്ചിനീയർ, അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷനിൽ 18 വേക്കൻസിയും അക്കാദമിക്സിൽ 16ഉം സ്കിൽ എഡ്യൂക്കേഷനിൽ 8ഉം ട്രെയിനിങ്ങിൽ 22ഉം അക്കൗണ്ട് ഓഫീസറിന് 3 വേക്കൻസിയാണുള്ളത്. ഇതെല്ലാം ഗ്രൂപ്പ് എ പോസ്റ്റാണ്. ഗ്രൂപ്പ് എ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം സാലറി നിങ്ങൾക്ക് 80,000 മുകളിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത് ജൂനിയർ എഞ്ചിനീയറിംഗ് പേ ലെവൽ 6 ആണ് വരുന്നത്. 17 വേക്കൻസീസാണ് വരുന്നത്. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസറിൻ്റെ 7 വേക്കൻസീസ് വരുന്നുണ്ട്. ഗ്രൂപ്പ് സിയിൽ വരുന്ന അക്കൗണ്ടൻറ്റ് പേ ലെവൽ 4 വരുന്നതാണ്. ഏകദേശം സാലറി നിങ്ങൾക്ക് 40,000 മുകളിൽ കിട്ടുന്നതായിരിക്കും. 7 വേക്കൻസിയാണ് അക്കൗണ്ടൻറ്റിന് വരുന്നത്. ജൂനിയർ അക്കൗണ്ടൻറ്റ് പേ ലെവൽ 2 വരുന്നതാണ്. 20 വേക്കൻസീസാണ് വരുന്നത്. അപ്പോൾ CBSEയുടെ ഇന്ത്യയിലൊട്ടായുള്ള ഓഫീസുകളിലേക്കാണ് ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത്. കേരളത്തിൽ CBSEയുടെ ഓഫീസുള്ള ട്രിവാൻഡ്രത്താണ്. അവിടെയും വേക്കൻസീസ് ഉണ്ട്. ഇതിന് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് 12 മാർച്ച് മുതലാണ് സ്റ്റാർട്ടായിരിക്കുന്നത്. 11 ഏപ്രിൽ വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ പോസ്റ്റിൻ്റെയും ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ അക്കൗണ്ട് പോസ്റ്റിന് വരുന്നത് 12th ക്ലാസ് ആണ്. 12th ക്ലാസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബോർഡ് ഓർ യൂണിവേഴ്സിറ്റി വിത്ത് അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡി, എക്കണോമിക്സ്, കൊമേഴ്സ്, എൻ്റർപ്രണർഷിപ്പ്, ഫിനാൻസ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ടാക്സേഷൻ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിലേതെങ്കിലും നിങ്ങൾ +2 ഒരു സബ്ജക്റ്റായി പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ അവർ ടൈപ്പിംഗ് ടെസ്റ്റും നടത്തുന്നതായിരിക്കും. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സായാൽ മാത്രം മതി. ഇതിന് മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 27 ആണ്. OBC നോൺ ക്രിമിനൽ ആകുമ്പോൾ 30 വയസ്സ് വരെയും SC STക്ക് 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അക്കൗണ്ടൻറ്റിന് ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലർ ഡിഗ്രി വിത്ത് എക്കണോമിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ്, അക്കൗണ്ട്സ്, ഫിനാൻസ്, ബിസിനസ് സ്റ്റഡി, കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിലേതെങ്കിലും നിങ്ങൾ ഡിഗ്രിയിൽ ഒരു സബ്ജക്റ്റായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനും ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. 35 വേർഡ്സ് പെർ മിനിറ്റ് ഇംഗ്ലീഷിൻ്റെ സ്പീഡ് ടെസ്റ്റും ഉണ്ടാകുന്നതായിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സാണ്. OBC നോൺ ക്രിമിനലിന് 3 വയസ്സത്തെയും SC STക്ക് 5 വർഷത്തെയും വയസ്സുകൾ ലഭിക്കുന്നതായിരിക്കും. ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ ഉണ്ട്. അത് നിങ്ങൾ ട്രാൻസ്ലേഷനിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജൂനിയർ എഞ്ചിനീയർ വരുന്നുണ്ട്. 32 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. BE അല്ലെങ്കിൽ BTech സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അക്കൗണ്ട്സ് ഓഫീസർ വരുന്നത് 35 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇത് ഗ്രൂപ്പ് എ പോസ്റ്റാണ്. ബാച്ചിലർ ഡിഗ്രി വിത്ത് എക്കണോമിക്സ്, കൊമേഴ്സ്, അക്കൗണ്ട്സ്, ഫിനാൻസ്, ബിസിനസ് സ്റ്റഡി, കോസ്റ്റ് അക്കൗണ്ടിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ MBA ഫിനാൻസ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ICWA ഇത് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അല്ലെങ്കിൽ PG വിത്ത് എക്കണോമിക്സ്, കൊമേഴ്സ്, അക്കൗണ്ട്സ്, ഫിനാൻസ്, ബിസിനസ് സ്റ്റഡി, കോസ്റ്റ് അക്കൗണ്ടിങ് ഇതിലേതെങ്കിലും സബ്ജക്റ്റ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വിത്ത് SAS അല്ലെങ്കിൽ JO എക്സാമിനേഷൻ, ഓഡിറ്റ് സർവീസിനൊക്കെ ഒരു എക്സാമിനേഷൻ പാസ്സായവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ PG ഡിഗ്രിയാണ്. കൂടാതെ BEdഉം നെറ്റും വേണം. അസിസ്റ്റൻറ്റ് സെക്രട്ടറി സ്കിൽ എഡ്യൂക്കേഷന് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി അക്കാദമിക്സിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയും BEdഉം നെറ്റും വേണ്ടതാണ്. അസിസ്റ്റൻറ്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷന് ബാച്ചിലർ ഡിഗ്രി മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സായിരിക്കും അസിസ്റ്റൻറ്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേഷൻ്റെത്. എക്സാമിനേഷൻ ഫീസ് വരുന്ന ഗ്രൂപ്പ് എ പോസ്റ്റുകൾ, അതായത് നമ്മൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി, അക്കൗണ്ട്സ് ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് 1,500 രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി ബാക്കിയുള്ള പോസ്റ്റുകളൊക്കെ ജൂനിയർ അക്കൗണ്ടൻറ്റ് തുടങ്ങിയ പോസ്റ്റുകൾക്കൊക്കെ 800 രൂപയായിരിക്കും അപ്ലിക്കേഷൻ ഫീസ് വരിക. വുമൺ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. അതുപോലെ തന്നെ SC ST കാൻഡിഡേറ്റ്സിനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. PWD കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ്മെനും അപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ളവർക്കാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. സ്കീം ഓഫ് എക്സാമിനേഷൻ വരുന്നത് കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ്, അതുപോലെ തന്നെ ജനറൽ ഹിന്ദിയിലെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ജനറൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ഉണ്ടാവും, അരിത്മെറ്റിക് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി അങ്ങനെ തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ അസിസ്റ്റൻറ്റ് സെക്രട്ടറി പോസ്റ്റിന് Tier 1 പിന്നെ Tier 2 റിട്ടേൺ എക്സാമിനേഷൻ, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനും ഉണ്ടാകുന്നതായിരിക്കും. ഗ്രൂപ്പ് എ പോസ്റ്റുകൾക്കെല്ലാം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനും ഉണ്ട്. നമ്മൾ അക്കൗണ്ടൻറ്റ് പോസ്റ്റുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻറ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ടെസ്റ്റാണ്. ഒറ്റ ലെവൽ എക്സാമാണ് അക്കൗണ്ടൻറ്റിനുള്ള വരുന്നത്. ജനറൽ നോളജ്, റീസണിങ്, ജനറൽ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷും പിന്നെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉണ്ടാവും. 150 ക്വസ്റ്റ്യൻസ്, 300 മാർക്ക്. ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമും വരുന്നത് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, റീസണിങ്, ജനറൽ ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ടാകുന്നതായിരിക്കും. 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എക്സാമിനേഷൻ സെൻറ്റർ വരുന്ന കേരളത്തിൽ ട്രിവാൻഡ്രം മാത്രമാണ് എക്സാമിനേഷൻ സെൻറ്ററുകൾ. ബാക്കിയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ Tier 1 2 മാർക്കായിരിക്കും കറക്റ്റ് ആൻസറിന്. അതുപോലെ 0.5 മാർക്ക് ഇൻകറക്റ്റ് ആൻസറിന് മൈനസ് ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പോസ്റ്റിനാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫീ പേ ചെയ്യേണ്ടി വരും. പക്ഷേ അസിസ്റ്റൻറ്റ് സെക്രട്ടറിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ട്രേഡിനും അസിസ്റ്റൻറ്റ് സെക്രട്ടറിയിൽ ഏതെങ്കിലും ഒരു ഇതിന് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് അക്കാദമിക്സ്, ട്രെയിനിങ് അല്ലെങ്കിൽ സ്കിൽ എഡ്യൂക്കേഷൻ ഇതിൽ ഏതെങ്കിലും ഒന്നിന് മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിൽ ഉണ്ടാകുന്നതായിരിക്കും. ഇതെങ്ങനെ അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ഇതാണ് CBSEയുടെ സൈറ്റ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ലേറ്റസ്റ്റ് അറ്റ് CBSE എന്ന് പറഞ്ഞ് കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് കാണാം
വാക്കൻസി കുറച്ച് നാലാമതായിട്ട് കാണാം വാക്കൻസി നോട്ടിഫിക്കേഷൻ ഫോർ വേരിയസ് പോസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. അതിൽ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനാണ് നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ വായിച്ചത്. ഈ സിലബസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് കാണാം. നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചെയ്താൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിലൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിക്ക് ഹിയർ ടു വേരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് ഈ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അതിനുശേഷം അപ്ലിക്കേഷൻ നമ്പറൊക്കെ വെച്ചിട്ട് ബാക്കി